5 സുന്ദരികൾ ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 9:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. സ്വന്തം മനസാക്ഷിയിൽ വീഴും. സ്വന്തം കുടുംബത്തിന്റെ മനസ്സ് തകർത്തിട്ട് മനസാക്ഷിയെ കെട്ടിപ്പിടിച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? അന്യായം കാണിക്കാൻ ലോകത്ത് എന്നോട് ആര് പറഞ്ഞാലും മുത്തശ്ശി പറയുന്നതും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ചെമ്പകശ്ശേരി ജയശങ്കരി അമ്മ ഇന്ന് വരെ അന്യായം പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല. പക്ഷെ എന്റെ കുഞ്ഞിന്റെ കാര്യം വന്നപ്പോ ആദർശവും മര്യാദയും മാനവും ഒക്കെ ഞാൻ മറന്നു. അവനെ നഷ്ടപ്പെടുത്തിയിട്ട് ഇതെല്ലാം കൂടെ വാരിക്കൂട്ടി വെച്ച് ഞാൻ എന്ത് ചെയ്യാനാ? ദത്തിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞാ മതി. നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ ഇതിനു മുകളിലുണ്ടാകുമല്ലോ ഓഫീസർമാര്. എന്റെ കുഞ്ഞിന് വേണ്ടി കരയാനും കാല് പിടിക്കാനും എന്റെ മുഴുവൻ സ്വത്തും വിറ്റിട്ടാണെങ്കിലും ശരി, അവനെ രക്ഷിക്കാൻ ഞാൻ ഇറങ്ങി പുറപ്പെടും. അതിനെ മുത്തശ്ശിയോട് പറഞ്ഞോ അവനാണ് പ്രതിയെന്ന്? അന്വേഷണം നടക്കുന്നതേ ഉള്ളൂ. മുത്തശ്ശിയും ഷാനു സെബാനുമായി ബന്ധപ്പെട്ട എല്ലാരെയും എനിക്ക് ചോദ്യം ചെയ്യേണ്ടി വരും. അതിന്റെ അർത്ഥം പ്രതി അവനാണെന്നല്ല. ഇനി അഥവാ അവനായാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. എന്ന് വെച്ചാ നിങ്ങൾക്ക് അവനെ കേസിൽ പെടുത്തണമെന്നല്ലേ? കൊള്ളാം, നല്ല അളിയൻ. അതെ, ഞാൻ അവന്റെ അളിയെ മാത്രമല്ല, ഉത്തരവാദിത്തപ്പെട്ട ഒരു പോലീസ് ഓഫീസറാണെന്ന കാര്യം കൂടി നീ ഓർക്കണം. ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഓഫീസറോട് എന്നാ ഞാനൊരു കാര്യം പറയാം. എന്റെ അനുജൻ എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ നിങ്ങൾക്ക് ആത്മജ എന്നൊരു ഭാര്യ ഉണ്ടാവില്ല. ആമി, നീ ഇതിൽ ഇടപെടണ്ട. ഞാനല്ലാതെ പിന്നെ ആരാ മുത്തശ്ശി ഇടപെടേണ്ടേ? ഇതെന്റെ ആദ്യക്കുട്ടന്റെ ജീവിതമല്ലേ. ദത്തേട്ടാ, ഞാനൊരു കാര്യം പറയാം. ഈ ജന്മത്തിൽ ഞാനിനി ദത്തേട്ടനോട് ഒന്നും ആവശ്യപ്പെടില്ല. പക്ഷെ ഈ ഒരു കാര്യം ദത്തേട്ടൻ എനിക്ക് സാധിച്ചു തന്നേ പറ്റൂ. എന്റെ കുഞ്ഞിനെ രക്ഷിക്കണം. നിങ്ങൾ രണ്ടുപേരും പറയുന്നത് മുഴുവൻ കേട്ടിട്ടും ഞാൻ ഇത്രയും നേരം മിണ്ടാതെ നിന്നത് ഞാനൊരു ക്രൂരനായ പോലീസ് ഓഫീസർ ആയതുകൊണ്ടല്ല, നിസ്സഹായനായ ഒരു മനുഷ്യനായി പോയതുകൊണ്ടാണ്. കേസിന്റെ ചുമതല എന്നെ ഏൽപ്പിക്കുമ്പോൾ പ്രതിസ്ഥാനത്തുള്ളത് വേണ്ടപ്പെട്ടവരൊക്കെ ആയതുകൊണ്ട് മനസ്സ് വിറയ്ക്കുമോ എന്ന് സുപ്പീരിയർ ഓഫീസർ എന്നോട് ചോദിച്ചു. ദത്തനൊരിക്കലും അങ്ങനെ സംഭവിക്കില്ലെന്ന് മുൻവിധി പറയുകയും ചെയ്തു. കേസ് ഫയലും പിടിച്ചു ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോ സുജാത എന്നോട് ചോദിച്ചു പിന്മാറിക്കൂടെയെന്ന്. ഞാൻ പറഞ്ഞു ഞാൻ പിന്മാറിയാം മറ്റൊരാൾ വന്ന് അന്വേഷിക്കുമെന്ന്. ആ വരുന്ന ആള് മുഖം നോക്കാതെ നടപടിയെടുക്കുന്നു, ഞാൻ സ്നേഹിക്കുന്നവരൊക്കെ വല്ലാതെ നോക്കിയൊന്നു. അതിൽ ഭേദം ഞാനല്ലേന്ന്. ഞാനീ പറഞ്ഞതിന്റെ അർത്ഥം പ്രതിയെ രക്ഷപ്പെടാൻ ഞാൻ സഹായിക്കുന്നല്ല. കൊലയ്ക്ക് കൊടുക്കുമ്പോൾ ഒരുപാട് നോവിക്കാതിരിക്കാൻ മനസ്സിലൊരു കരുതലെങ്കിലും ഉണ്ടാവുമല്ലോ. അല്ലാതെ പ്രതികാര ബുദ്ധിയോടെ ദത്തനെടുത്തതല്ല ഈ കേസ്. പ്രതികരിക്കാനാവാത്തൊരു സാഹചര്യത്തിൽ നിശബ്ദനായി പോയതാ. പറഞ്ഞല്ലോ, നിശബ്ദൻ മാത്രമല്ല, തികച്ചും നിസ്സഹായനും കൂടിയാണ്. DGP ഉൾപ്പെടെ ഡിപ്പാർട്ട്മെന്റ് മുഴുവൻ അറിഞ്ഞുകൊണ്ടാ എനിക്ക് ഈ കേസ് ഹാൻഡ് ഓവർ ചെയ്തത്. ഈ കേസിന്റെ നിർണായകമായ തെളിവായ ആ ലാപ്ടോപ്പ് എനിക്ക് കൈമാറിയത്. നിങ്ങൾ രണ്ടുപേരും എന്നോട് ക്ഷമിക്കണം. അധികം വൈകാതെ അറസ്റ്റ് ഉണ്ടാവും. ദൈവമേ, എന്റെ മോളെ. ഹലോ. ആ ചേച്ചി ഇപ്പോൾ ഇവിടെ ഉണ്ട്. ഞാൻ വീട്ടിലുണ്ട്. എന്ത് ദത്ത? എനിക്ക് വളരെ കോൺഫിഡൻഷ്യലായ ഒരു മാറ്റർ ചേച്ചിയോട് പറയാനുണ്ട്. എന്താ? ആ ഷാനുവിന്റെ സബാന്റെ മരണം മർഡർ ആണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. ഓ, അത് ശരി. എന്നിട്ട് പ്രതി ഈ വീട്ടിലുള്ള ഒരാളാ. ഓ ഗോഡ്, അതാരാ? അത് ഞാൻ ചേച്ചിയോട് നേരിട്ട് പറയാം. ചേച്ചിക്ക് നാളെ ഇവിടെ വരെ ഒന്ന് വരാൻ പറ്റുമോ? ഉച്ച കഴിഞ്ഞ് മതിയോ ദത്ത? പോരാ, ചേച്ചിയോടൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് വേണം എനിക്ക് അറസ്റ്റ് രേഖപ്പെടുത്താൻ. അറസ്റ്റോ? അതെ ചേച്ചി, പ്രതിയെ നാളെ തന്നെ കസ്റ്റഡിയിൽ എടുക്കണമെന്നാ DGPയുടെ ഓർഡർ. എല്ലാം വിശദമായി അന്വേഷിച്ചിട്ട് തന്നെയാണോ ദത്ത ഈ തീരുമാനം? അതെ ചേച്ചി. എന്നാലും പ്രതി ആരെന്ന് എന്നോട് പറഞ്ഞൂടെ?
അത് മറ്റൊരാൾ അറിയില്ലെന്ന് ഉറപ്പാണെങ്കിൽ ഞാൻ പറയാം. ഷുവർ. പ്രതി നമ്മുടെ ആദിയാണ്. ആദിയോ? ഏയ്, ഞാനത് വിശ്വസിക്കില്ല. ചേച്ചി, എല്ലാ തെളിവുകളും അവനെതിരാണ്. കാര്യങ്ങൾ കേട്ട് കഴിയുമ്പോൾ ചേച്ചിക്ക് അത് ബോധ്യപ്പെടും. അല്ല, ഞാൻ അങ്ങോട്ട് വരുന്നത് ചില കാര്യങ്ങൾ ചേച്ചി സാക്ഷി നിർത്തി വേണം അവനോട് ചോദിക്കാൻ. അറസ്റ്റ് നടക്കുമ്പോൾ ചേച്ചി ഉണ്ടാവണം ഇവിടെ. അല്ല ദത്ത, അവനെ രക്ഷിക്കാൻ ഒരു വഴിയുമില്ലേ? ഞാനിതുവരെ അന്വേഷിച്ചില്ല. ഇനി അഥവാ വഴിയുണ്ടെങ്കിലും ഒരു കുറ്റവാളിയെ രക്ഷിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. കുറ്റം ചെയ്തവർ ശിക്ഷ അനുഭവിക്കണം. ശരി ചേച്ചി. പോലീസാ?